നമസ്കാരം. CPM-ഉം പിണറായി വിജയൻ സർക്കാരും തുറന്നു പറയാതിരുന്നാലും അവരുടെ രാഷ്ട്രീയ പരാജയത്തിന്റെ ഏറ്റവും വലിയ കാരണമായി മാറിയത് ശബരിമല വിഷയമാണെന്ന സത്യം ഇപ്പോൾ അവർക്കു തന്നെ വ്യക്തമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുമെന്ന് ഉറപ്പിച്ചതോടെ രാഷ്ട്രീയമായി അനുകൂലമാക്കാനുള്ള തന്ത്രങ്ങളിലാണ് LDF-ഉം UDF-ഉം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല ചർച്ചയാകാതിരിക്കാനുള്ള കരുതലായിരുന്നു LDF നടത്തിയത്. എന്നാൽ UDF ഇടതുപക്ഷത്തെയും സർക്കാരിനെയും കടന്നാക്രമിക്കാനുള്ള വിഷയമാക്കി ഇതിനെ മാറ്റി. ശബരിമലയാണ് തോൽവിക്ക് പ്രധാന കാരണമെന്ന് CPM പരസ്യമായി സമ്മതിക്കുന്നില്ലെങ്കിലും അതാണെന്ന് പാർട്ടിയും സർക്കാരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല UDF-നെതിരായി തിരിച്ചുവിടാനുള്ള രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു. ജനവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സർക്കാർ നിലപാട് കേരള സമൂഹത്തിന്റെ ഉള്ളറയിൽ ഉണ്ടാക്കിയ മുറിവുകൾ ഇനിയും ഉണങ്ങാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ആ പരാജയം മറയ്ക്കാനോ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനോ ഉള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി ശബരിമല വിഷയം വീണ്ടും രാഷ്ട്രീയ ആയുധമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ആദ്യം ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിന്റെ പേരിൽ സർക്കാർ എടുത്ത സമീപനം നിയമപാലനത്തിന്റെ പേരിലുള്ള കടുത്ത അധികാര പ്രയോഗമായിരുന്നു. വിശ്വാസികളെ കേൾക്കാതെയും സാമൂഹിക സമവായത്തിന് ശ്രമിക്കാതെയും പോലീസ് ശക്തിയെ ഉപയോഗിച്ച് പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയതുമാണ് ജനങ്ങളുടെ മനസ്സിൽ സർക്കാരിനെതിരായ ആഴത്തിലുള്ള വിരോധം ആദ്യം വളർത്തിയ കാര്യം. സ്ത്രീകളുടെ അവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കാട്ടിയെങ്കിലും അതിന്റെ മറവിൽ വിശ്വാസികളുടെ ആത്മാഭിമാനത്തെ തകർക്കുന്ന നടപടികളാണ് സർക്കാർ അന്ന് കൈക്കൊണ്ടത്. ഈ വൈരുദ്ധ്യമാണ് CPM-നെ രാഷ്ട്രീയമായി ആദ്യം ഒറ്റപ്പെടുത്തിയത്. അതിനു പിന്നാലെ സ്വർണ്ണക്കൊള്ളയും പ്രതികളായ സഖാക്കളും ഒക്കെ കൂടി ചേർന്നപ്പോൾ ശബരിമല ഇടതിന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന വാൾ എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. അത് തന്നെയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. ഇപ്പോൾ ആ സത്യാവസ്ഥ അംഗീകരിക്കാനുള്ള ധൈര്യം സർക്കാരിനോ പാർട്ടിക്കോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പകരം ശബരിമല വിഷയത്തിൽ UDF ഇരട്ടത്താപ്പ് രാഷ്ട്രീയം കളിക്കുന്നു എന്ന ആരോപണം ഉയർത്തി ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ശ്രമം. എന്നാൽ ജനങ്ങൾ മറന്നിട്ടില്ല ശബരിമലയിൽ ഉണ്ടായ മുഴുവൻ പ്രശ്നങ്ങൾക്കും സമൂഹത്തെ വിഭജിച്ച അന്തരീക്ഷത്തിനും നേതൃത്വം നൽകിയത് ആരാണ് എന്ന്. സർക്കാർ എടുത്ത തീരുമാനങ്ങളുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ ഇന്ന് UDF-ന്റെ തലയിൽ കെട്ടിവെക്കുന്നത് ബുദ്ധിശൂന്യമായ രാഷ്ട്രീയ കണക്കുകൂട്ടലായി മാത്രമേ കാണാനാവൂ. സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം 15-നകം പൂർത്തിയാക്കണമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ ഈ സമയത്തിനുള്ളിൽ പൂർത്തിയാകാനുള്ള സാധ്യത കുറവാണ്. ഇടതുപക്ഷ ഭരണം, കേസിൽ പ്രതിയായവർ, CPM നേതാക്കൾ, ചോദ്യം ചെയ്തിരിക്കുന്നത് മുൻ ദേവസ്വം മന്ത്രിയെ, ഇതെല്ലാം LDF-നെ തിരിഞ്ഞുകുത്തുന്ന ഘടകങ്ങളാണ്. ഇതിന്റെ ആഘാതം കുറയ്ക്കാനാണ് കേസിൽ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും സോണിയാഗാന്ധിയെ കണ്ടതിനെ സംശയത്തിൽ മുൻനിർത്തി മുഖ്യമന്ത്രി UDF-നെതിരെയുള്ള പ്രചരണ നീക്കത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് നേരത്തെ CPM ഉന്നയിക്കുകയും ചെയ്തതാണ്. പോറ്റി സോണിയയെ കണ്ടത് അക്കാലത്താണ് എന്നതാണ് മുഖ്യമന്ത്രി നീട്ടിയെറിഞ്ഞ വാദത്തിന്റെ ഊന്നൽ. UDF കൺവീനറായ അടൂർ പ്രകാശിന്റെയും ആന്റോ ആന്റണി MP-യുടെയും സാന്നിധ്യവും സംശയത്തിൽ നിർത്താൻ മുഖ്യമന്ത്രിക്ക് കഴിയും. ഇരുവരും നൽകിയ വിശദീകരണത്തിൽ വ്യക്തത ഇല്ലാത്തത് UDF വാദത്തെ പരിങ്ങലിലാക്കുന്നുമുണ്ട്. UDF അത്ര ശുദ്ധമല്ല എന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് LDF. CPM നേതാക്കൾ പ്രതികളായ അകത്ത് കിടക്കുന്നിടത്തോളം LDF-ന്റെ പ്രചരണം ജനങ്ങൾ വിശ്വാസത്തിൽ എടുക്കില്ല എന്നതാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് വിവരങ്ങൾ ചോർത്താൻ ചാരന്മാരെ നിയോഗിച്ചെന്ന രീതിയിൽ സർക്കാരിനെ സംശയത്തിൽ നിർത്തുന്ന ആരോപണവും അവർ കടുപ്പിച്ചു. കടത്തിയതിനേക്കാൾ വലിയ കുറ്റമായി സോണിയയ്ക്കൊപ്പമുള്ള ഫോട്ടോ മുഖ്യമന്ത്രി ഉയർത്തി കാണിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണ് എന്നാണ് അവരുടെ വാദം. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തി ചർച്ച നടത്തിയില്ലേ എന്നാണ് UDF-ന്റെ മറുചോദ്യം. പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രശ്നം വിമർശനങ്ങളെ അംഗീകരിക്കാനുള്ള മനസ്സില്ലായ്മയാണ്. ഞങ്ങൾ ചെയ്തത് ശരിയായിരുന്നു എന്ന ധാർഷ്ട്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ വികാരങ്ങളെ അവഗണിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ രൂപമാണ് പുറത്തറിയുന്നത്. ശബരിമല സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ മാത്രമല്ല, ലൈഫ് മിഷൻ വിവാദം, പോലീസ് രാജ് ആരോപണങ്ങൾ, മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ എല്ലാം ചേർന്ന് സർക്കാരിന്റെ വിശ്വാസ്യതയെ തുടർച്ചയായി ക്ഷയിപ്പിച്ചു. സർക്കാർ ശരിക്കും ചെയ്യേണ്ടത് ശബരിമല വിഷയത്തിൽ ഉണ്ടായ പിഴവുകൾ തുറന്നു പറയുകയും വിശ്വാസികളോടും സമൂഹത്തോടും ആത്മാർത്ഥമായ ഒരു മാപ്പ് പറയുകയും പ്രതികളെ സംരക്ഷിക്കാതെ നിയമത്തിന് വിട്ടുകൊടുക്കുകയും സമവായത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നതായിരുന്നു. അതിനു പകരം കുറ്റം മറ്റുള്ളവരുടെ മേൽ ചുമത്തി വീണ്ടും അതേ വിഷയത്തിൽ രാഷ്ട്രീയ ലാഭം കണ്ടെത്താനുള്ള ശ്രമം പിണറായി സർക്കാരിന്റെ അഹങ്കാരത്തിന്റെ തെളിവായി മാത്രമേ ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയുള്ളൂ. ശബരിമല CPM-നെ തോൽപ്പിച്ചുവെന്ന സത്യം മറയ്ക്കാൻ എത്ര ശ്രമിച്ചാലും അത് ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു. ആ സത്യം തിരിച്ചറിഞ്ഞ് തിരുത്തലുകൾക്ക് തയ്യാറാകുന്ന ഒരു ഭരണകൂടത്തിന് പകരം വീണ്ടും രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് സർക്കാരിന്റെ ദൗർബല്യമാണ്.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധിയെഴുതുമ്പോൾ ഈ രാഷ്ട്രീയ കപടതയും അധികാര അഹങ്കാരവും കണക്കിലെടുക്കുമെന്നത് തീർച്ച.